പക്ഷെ പറയാൻ എനിക്ക് ചമ്മല. ആർക്കും സാരമില്ല. പടം കാണുന്ന സമയത്ത് ഈ ഒരു ഇതിലോട്ട് പോകും, ബോഡി ലാംഗ്വേജിലോട്ട് പോകും. നമ്മളിലോട്ട് വരും, പിന്നെ അടുത്ത് നമ്മുടെ ആയിരിക്കും. എന്താ പറയാ, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ്. സജിയേട്ടാ ഇവിടെ സേഫ് അല്ല. ഈ ഡയലോഗും ഇത് പറഞ്ഞ ആളെയും ആരും മറന്നിട്ടുണ്ടാവില്ല. സമൂഹ മാധ്യമങ്ങളിലും ട്രോളന്മാർ ഒരുപോലെ ഏറ്റെടുത്തൊരു ഡയലോഗാണിത്. ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് അതേ ആള് തന്നെയാണ്. നമസ്കാരം. ഇപ്പോൾ പുതിയ സിനിമ വിശേഷം? പുതിയത് ഇപ്പോൾ അർജുൻ അശോകൻ്റെ ഒരു പടം നടക്കുന്നുണ്ട്, അഖിൽ. അർച്ചന 31ൻ്റെ ഒക്കെ ഡയറക്ടർ. പിന്നെ നസ്ലിൻ്റെ കൂടെ ഒന്ന് നടക്കുന്നുണ്ട്, അരുൺ ഡൊമിനിക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. തരംഗമൊക്കെ ഡയറക്റ്റ് ചെയ്തില്ലേ. ഈ 2 പരിപാടി ഷൂട്ട് നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോഴും എല്ലാവരും അറിയപ്പെടുന്നത്, ഇപ്പം ഞാനാണെങ്കിലും പൊതുവെ എല്ലാവരോടും പറയുമ്പോൾ ശരത് സഭ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശരത് സഭ അപ്പോൾ പറയും മറ്റേ ജാനമല്ലേ ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എല്ലായിടത്തും അറിയപ്പെടുന്നത്? പേര് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ നേരത്തേതിൽ നിന്ന് എന്തെങ്കിലും ബെറ്റർ ആയിട്ട്? സിനിമക്കാർക്കിടയിൽ പേര് വെച്ച് കിട്ടുന്നുണ്ട്, പുറത്തോട്ട് അങ്ങനെ പേര് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കുറവാണ്. ഇങ്ങനെ സജിയേട്ടൻ അങ്ങനെയൊക്കെ നമ്മളെ കാണുമ്പോഴും വിളിക്കുക സജിയേട്ടനല്ലേ, അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ സംസാരിക്കും. അപ്പോൾ സിനിമയിൽ വരുന്നതിന് മുന്നേ എന്താ ചെയ്തിരുന്നത്? ഞാൻ തിയേറ്റർ ഡ്രാമ സ്കൂളിൽ നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാമിലി നിന്നൊക്കെ സപ്പോർട്ടായിരുന്നോ സിനിമയിലേക്ക് ഇറങ്ങാനായിട്ട്? ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ ഡ്രാമ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും കേൾക്കാത്തൊരു കോഴ്സാണ്, അറിയാത്തൊരു കോഴ്സാണ്. അപ്പോൾ അത് നമ്മളെ പഠിക്കാൻ അനുവദിച്ചല്ലോ. അതല്ല ഇപ്പം ഞാൻ ഇന്നത് പഠിക്കാൻ പോകുന്നേന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെന്തായിരുന്നു? ഓക്കെ കുഴപ്പമില്ല പൊയ്ക്കോളാം. വേറെ അടുത്തുനിന്നൊന്നും ഇത് കിട്ടിയില്ലല്ലോ, അഡ്മിഷൻ കിട്ടിയില്ല എനിക്ക് അവിടെ. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞാൻ എന്തായാലും പോകാന്ന് പറഞ്ഞു. അപ്പോഴും അവർക്കൊരു ഇതുണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കോഴ്സ് എന്ത് ചെയ്തിട്ട് എന്താ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലോട്ട് അവധിക്ക് വരുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ PSCയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. അവർക്കൊരു പേടിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇത് പഠിച്ചിട്ട് എന്താകും എന്നുള്ളൊരു ഇത്. പക്ഷേ എതിർത്തൊന്നുമില്ല. ഇപ്പം അതൊക്കെ മാറിയോ? ഹാപ്പി ആയോ എല്ലാവരും? എതിർത്തവരൊക്കെ മാറ്റി പറഞ്ഞു തുടങ്ങിയ? എതിർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എതിർത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞു. അങ്ങനെയല്ല, എതിർത്തിട്ടില്ല, പക്ഷെ എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറി ഇപ്പം ഹാപ്പി ആയോ? കൂടുതലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് അമ്മയുടെ ഭാഗത്തൊന്നും ഇല്ലാണോ? വീട്ടിലും ഫ്രണ്ട്സും എല്ലാവർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പഠിച്ചിട്ട് എന്താവും? എനിക്കും ഉണ്ടായിരുന്നു. എനിക്കും അറിയത്തില്ലല്ലോ ഇത് എങ്ങോട്ടാ ഒന്നും. പക്ഷേ നാടകം ഒക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചു. ഇപ്പോഴും കോഴ്സൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ട പരിപാടി അറിയത്തില്ല. അപ്പം അവിടെ തന്നെ MA എടുക്കുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ കയറിയോ? ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കയറിയത്. അത് ചെയ്യുന്ന സമയത്ത് തന്നെ അതേപോലെ ഓഡീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഓരോ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചാനലിലൊക്കെ വർക്ക് ചെയ്തു, എറണാകുളത്തേക്ക് ഇങ്ങോട്ട് മാറി. അങ്ങനെയാണ് മെല്ലെ ഇങ്ങനെയായി. പിന്നെ ആ ഡയലോഗ് അതൊന്ന് പറയാവോ? അത് മാത്രമല്ല, അത് എല്ലായിടത്തും പറയുന്നില്ലേ, ആ സ്ലാങ്ങിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് ആ മൂവിയിലെയോ അല്ലാതെയോ? എന്താ പറയാ, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ്. അല്ല, ഡയലോഗ് മീൻസ് ഞാൻ അത് പറയണ്ടെന്ന് പറഞ്ഞത് എല്ലായിടത്തും അത് തന്നെയാണല്ലോ പറയുന്നേ, സെയിം സാധനം തന്നെയാണല്ലോ. പറഞ്ഞു എനിക്ക് മനസ്സിലായി, അത് നൈസായിട്ട് ഒഴിവാക്കിയത്. പിന്നെ വേറെന്തൊക്കെ കഴിവാ ഉള്ളത് അഭിനയത്തിലല്ലാതെ? പാടുവും വേറൊന്നും ചെയ്യില്ല, അഭിനയിക്കാനുള്ളൂ? ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിച്ചിടാറുണ്ട്. ഡാൻസർ അങ്ങനെ അത് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഉത്സവത്തിനൊക്കെ കൂടെ തുള്ളിയിട്ട് ഉള്ളൊരു പരിചയം. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന ജിമ്മിൽ ഇതുണ്ട്, സെഷൻ, സൂംബ, അങ്ങനെ ഡിയാർക്ക്,
അങ്ങനെ അപ്പം അവിടെ പോയി 1 മണിക്കൂർ തുള്ളാറുണ്ട്. ആ കഴിവുണ്ടെന്ന്. കഴിവ് അങ്ങനെയുള്ള കഴിവുണ്ട്, അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടില്ല എന്നൊക്കെ. ഈ ഇപ്പോൾ ഏത് വേഷം കിട്ടിയാലും തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും ഒരുപോലെ വെക്കുന്നവർ, അല്ലെങ്കിൽ ഒരുപോലെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഫേസ് കാണുമ്പോൾ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ തന്നെ സീരിയസ് ആണെങ്കിൽ സീരിയസ് ആയിട്ടിരിക്കുന്ന പോലെ, ഫണ്ണാണെങ്കിൽ ഫണ്ണായിട്ടിരിക്കുന്ന പോലെ. ഇപ്പോൾ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ എന്ത് നോക്കിയാണ് ചൂസ് ചെയ്യുന്നത്? വരുന്ന എല്ലാം എടുക്കാറുണ്ടോ, അതോ ചൂസ് ചെയ്തിട്ടാണോ എടുക്കുന്നത് ക്യാരക്ടർ? നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് 2 എണ്ണമൊക്കെ വരും, അങ്ങനെ അപ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ പരമാവധി എല്ലാം ചെയ്യാനാണ് ആഗ്രഹം, വരുന്നതൊക്കെ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മളോട് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഏത് ടീമാണ് നമ്മളോട് പറയുന്നതെന്നുള്ളതുണ്ട്. അതൊക്കെ വെച്ചിട്ട്. സിനിമ അല്ലാതെ വേറെ എന്താ ചെയ്യാൻ ആഗ്രഹം? ഇപ്പോൾ സിനിമയിലേക്കല്ല വന്നിരുന്നെങ്കിൽ പിന്നെ എന്താവുമായിരുന്നു? ഇപ്പോൾ വേറൊരു കോഴ്സും കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ, കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അത് എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. എന്ത് വേണമെങ്കിലും ആകുമായിരുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ ഇന്നതാവണം എന്നുള്ള സ്വപ്നം അങ്ങനെ എന്തെങ്കിലും? ഇതിങ്ങനെ അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. കാര്യം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് മാത്രമേ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൂ. വേറൊരു കാര്യങ്ങളിലൊന്നും അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്തൊക്കെ ഇത് തന്നെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? ഫസ്റ്റ് സിനിമ പോയി കണ്ടില്ലേ തിയേറ്ററിൽ? അപ്പം എന്തായിരുന്നു ഫീല്? കണ്ടില്ലേ? ഭയങ്കര സന്തോഷം, കണ്ണുനീര്, ആനന്ദാശ്രു. ഫസ്റ്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമ്മുടെ മുഖം കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ സിനിമ സീനിയേഴ്സിൽ മറ്റേ ഫസ്റ്റിലത്തെ ഡ്രാമയൊക്കെ ഇല്ലേ, പക്ഷെ നമ്മളാണ് നമുക്കറിയാം. പക്ഷെ മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ പരിപാടി. പിന്നെ പുള്ളിമാൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, കലാഭമണി ആളുടെ കൂടെ. അപ്പം നമ്മൾ അവിടെയും ഇവിടെയും മാസ്കിൻ്റെ ഉള്ളിലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കാണുന്ന പരിപാടിയായിരുന്നു. ഫേസ് കണ്ടപ്പോൾ ഉള്ള സന്തോഷം ഇപ്പൊ പറഞ്ഞല്ലോ, മാസ്ക് ഇട്ടിട്ടാണ് നമ്മളാണെന്ന് നമുക്കറിയാം. ഓക്കെ, വേറെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്നെ പടം കാണുന്ന സമയത്ത് ഈ ഒരു ഇതിലോട്ട് പോകും, ബോഡി ലാംഗ്വേജിലോട്ട് പോകും. നമ്മളിലോട്ട് വരും. പിന്നെ അടുത്ത് നമ്മുടെ ആയിരിക്കും അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ. സന്തോഷമല്ല, അത് എന്താവും എങ്ങനെയാവും എന്നുള്ളൊരു കാണുമ്പോൾ ഒരു ചമ്മലോ സന്തോഷം എന്താണെന്ന് അറിയാത്തൊരു സാധനം. അതെനിക്ക് ഈ അടുത്ത കാലത്ത് മാറിയ എന്താ എപ്പോഴും ഉണ്ടാവും കാണുന്ന സമയത്ത്. ഇപ്പോഴും ഇപ്പൊ ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇതാ ഇപ്പം ഇങ്ങനെ പോകില്ല. ആ ചമ്മൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഫേസ് അങ്ങനെ തന്നെയാണ്. പിന്നെ ആരുടെ കൂടെ മീൻസ് കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ എങ്ങനെയുള്ള ക്യാരക്ടർ അഭിനയിക്കണം, അല്ലെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കണം ഒരാഗ്രഹം പിന്നെ അങ്ങോട്ട് പോകുന്തോറും ആരുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള? നമ്മൾ ആരുടെ കൂടെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സ്റ്റാർസ് അവരുടെ കൂടെ എല്ലാവരുടെ കൂടെയും ചെയ്യണം എന്ന ഇഷ്ടമുണ്ട്. ഇപ്പോൾ നമ്മളൊരു പടത്തിൽ അങ്ങനെ കാണുന്ന സമയത്ത് ഇവിടെ ഇതിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇപ്പോഴും വിചാരിക്കലുണ്ട്. അപ്പോൾ ഇന്നയാളുടെ കൂടെ തന്നെയാണെന്ന് അങ്ങനെ എല്ലാവരുടെ കൂടെയുണ്ട്. അവസാനം പുറത്ത് വന്നു പേരൊന്നും അതല്ല, എല്ലാവരുടെ കൂടെ ഉണ്ട്. എല്ലാവരുടെ കൂടെ ഉണ്ട്. എന്നാലും പാസിലാണെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം കിട്ടട്ടെ. പിന്നെ മറക്കാൻ പറ്റാത്തൊരു ഒരു ഇൻസിഡൻറ്റ് വാ ഇതുവരെ ലൈഫിൽ സിനിമയിൽ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ്? ഇപ്പോൾ ഓർമ്മയിലുള്ളതെല്ലാം മറക്കാൻ പറ്റാത്തതാണല്ലോ, കുറേ വരുന്നുണ്ട്. ഒന്ന് ഞാൻ തരംഗത്തിലോട്ട് ഇൻ്റർവ്യൂ മറ്റേ ഓഡീഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഓഡീഷൻ വിളിക്കുന്നത്. അങ്ങനെ മുൻപ് കുറേ ഓഡീഷൻ കൊടുത്തിട്ട് സംഭവിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ഓഡീഷന് വിളിച്ചിട്ട് കൂടുതൽ
ആദ്യം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഓഡീഷനിൽ നമുക്കിഷ്ടമുള്ളത് പെർഫോം ചെയ്തിട്ട് പോവുക എന്നുള്ളതായിരുന്നു തരുന്നത്. രണ്ടാമത് ഈ പടത്തിലെ ഓരോരോ സീനുകൾ ചെയ്യിപ്പിക്കുക, അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇതായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായിരുന്നു. പിന്നെ വേറൊരു ഓഡീഷൻ പരിപാടി ഉണ്ടായിരുന്നു, ഒറ്റയാൾ പാത എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ. അത് അന്ന് തന്നെ അവർ ഓക്കെ നിങ്ങൾ പടത്തിലോട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് നമ്മൾ ഓഡീഷൻ കഴിഞ്ഞ് ഡയറക്ടറും അസിസ്റ്റൻറ്റ് ടീംസ് എല്ലാവരും കൂടെ പുറത്തിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കേട്ടോ മീറ്റിംഗ് കൊടുത്തിട്ട് അവർ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഓക്കെ ശരത്താണ് ഈ വേഷം ചെയ്യുന്നത്. ഉള്ളൊരു സന്തോഷം, ഭയങ്കര സന്തോഷം. മോശമായിട്ടുള്ള അനുഭവം അത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇതായിട്ടല്ല. പക്ഷെ പറയാൻ എനിക്ക് ചമ്മല. ആർക്കും സാരമില്ല, അത് പറയുമ്പോ മറക്കൂലേ, അത് അത്രയും വേണ്ട. ഇച്ചിരി 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 ചമ്മലുള്ളത് അങ്ങനെയുള്ളത് ഞാൻ പറയില്ല എന്ന് എത്ര ചോദിച്ചാലും പറയില്ല. ഓ സമ്മതിച്ചരില്ലാന്ന്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? നമുക്ക് ഫാമിലിയിലോട്ട് പോവാം. വീട്ടിൽ അമ്മ, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, അച്ഛമ്മ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ 8 വർഷങ്ങളൊക്കെ ആവുന്നു. കല്യാണം ഇല്ല, കഴിച്ചിട്ടില്ല. കഴിക്കുന്നില്ലേ? കഴിക്കണം ആവട്ടെ. ആലോചനയിലാണോ? ആവട്ടെ. ഇതുവരെ അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം? എല്ലാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ. പിന്നെ കൂടുതൽ പ്രേക്ഷകനെടുത്തത് ജാനേമൻ, അതൊക്കെ ആയതുകൊണ്ട് അതിനോടുള്ളൊരു ഇഷ്ടമുണ്ട്. തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പം അഭിനയിച്ച സിനിമ കാണുമ്പോൾ തിയേറ്ററിലോ ടി വിയിലോ ഫോണിലോ കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു അങ്ങനെ തോന്നാറുണ്ടോ? എല്ലാത്തിലും തോന്നും. ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള സാധനം. അത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് കിടക്കുന്ന സമയത്ത് അതങ്ങനെ ചെയ്തു, അതിങ്ങനെ അയ്യോ ഇത് കൂടെ അതെന്താ ഞാൻ മിസ് ചെയ്തേന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നില്ല ഒന്നിലും ആ സമയം. പിന്നെ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അടുത്ത പ്രാവശ്യം അതല്ല, ആ ഒരു മൊമെന്റില് നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അത് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിരിക്കും, അങ്ങനെ ആയിരിക്കാം. അല്ല ഇതെനിക്ക് നാളത്തേക്ക് അവിടെ പോയിട്ട് അവിടെ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞ സീനിൽ ഇങ്ങനെ ഇരുന്നിട്ട് വേറെ രീതിയിൽ വേറെ ഒരു സാധനം കൂടെ ചെയ്യാമായിരുന്നു, മറ്റേത് ചെയ്യാൻ വെച്ചാൽ അവിടെ അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെ തോന്നിയിരിക്കുന്നത് ഏത് സിനിമയിലായിരിക്കും? കുറച്ച് ബെറ്റർ ആക്കാമായിരുന്നു. അല്ല അത് നിങ്ങളായിരിക്കും മറുപടി പറയേണ്ടത്. എന്റെ കണ്ടിട്ടുള്ള പടങ്ങളിൽ നിങ്ങൾ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞത് അതിലോട്ട് വല്ല കൊണ്ടുവരുക. അല്ല സ്വയം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം, ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ അഭിനയത്തെ പറ്റി വശമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനൊക്കെ ഫുൾ ടൈം സിനിമ കാണുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ജാനമൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇല്ല, പൂക്കാലം കണ്ടു. അതെനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ. ആ സിനിമ എന്താ പറയാ, അങ്ങനെ കാണണമെന്ന് വിചാരിച്ചിരുന്ന് കണ്ടല്ലോ, പക്ഷെ കണ്ടപ്പോ കൊള്ളാലോ അന്ന്. അപ്പോൾ ഒരു ക്രഷൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം ഒറിജിനൽ ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നത്. അപ്പോൾ അതിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒന്ന് ഡയറക്ടറോട് സംസാരിക്കും. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഡയറക്ടറിനുണ്ടാവും. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിന് ആളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അത് സംഭവിക്കും. അപ്പോൾ അവർക്ക് തരാനുള്ള ഡാറ്റാസ് മൊത്തം നമ്മൾ ഒന്ന് കേൾക്കും. പിന്നെ ചിലർക്ക് സ്ക്രിപ്റ്റ് വായിക്കും. അപ്പം ഇവർ പറഞ്ഞതിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കും. സംസാരിച്ചിട്ട് അവരും നമ്മളും തമ്മിലുള്ള ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ഷേപ്പ് ഉണ്ടായി വരും. അങ്ങനെയാണ്.